ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി രാജ് ഇലക്ട്രോണിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓഡിയോക്സ് എന്ന കമ്പനിയുടെ ഒരു 10 ഇഞ്ച് സബ്വൂഫർ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഞാൻ ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ താങ്കൾക്കൊരു നോട്ടിഫിക്കേഷനായി ലഭിക്കും. അവ അപ്പോൾ തന്നെ താങ്കൾക്ക് കാണാനും സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെക്കുറിച്ചോ എൻ്റെ ഈ ചാനലിനെക്കുറിച്ചോ എന്ത് അഭിപ്രായമുണ്ടെങ്കിലും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് അൺബോക്സിങ് ചെയ്തപ്പോൾ അതിൽ നിന്ന് നല്ലൊരു വൂഫറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരു നല്ലൊരു പാക്കിങ്ങോട് കൂടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു കവറിങ് ചെയ്ത് അതിൻ്റെ താഴെ ഒരു തെർമോക്കോളൊക്കെ വെച്ചാണ് അവർ പാക്ക് ചെയ്തിരുന്നത്, പെട്ടെന്ന് ഡാമേജ് ഇല്ലാക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് AX1908 ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ RMS വാട്ട് എന്ന് പറയുന്നത് 150 വാട്ട്സ് RMS ലഭിക്കുന്നുണ്ടെന്ന്. അതുപോലെ ഇതിൻ്റെ മാക്സിമം വാട്ട്സ് എന്ന് പറയുന്നത് 320 വാട്ട്സ് നമുക്ക് ഇതിൽ മാക്സിമം ഇൻപുട്ട് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ഓംസ് എന്ന് പറയുന്നത് 8 ഓംസ് ഇംപെഡൻസ് ആണ് ഇത് പറയുന്നത്, കമ്പനി പറയുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും ആ ഒരു കറക്റ്റ് ലെവലിനാണ് നമുക്ക് 8 ഓംസ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മാഗ്നറ്റ് സൈസ് എന്ന് പറയുന്നതും നല്ലൊരു സൈസാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉള്ളിലെ സ്പൈഡർ ഹെവി ക്വാളിറ്റി സ്പൈഡറാണ്, ചെറിയ സ്പൈഡർ ഒന്നല്ല, വലിയൊരു സ്പൈഡർ തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് വയർ കണക്ട് ചെയ്യാനുള്ള കണക്ടറും നല്ലൊരു കണക്ടറായിട്ടാണ് അവർ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മാഗ്നറ്റ് സൈസ് നമുക്ക് കറക്റ്റ് അറിയാം, ഇതിൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് കറക്റ്റായി കാണുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു മാഗ്നറ്റ്, ഈ ഒരു വൂഫർ എത്ര വെയിറ്റ് ഉണ്ട്, എത്ര സൈസ് ഉണ്ടെന്ന് നമുക്ക് ഏകദേശം ആ ഒരു വീഡിയോ തന്നെ ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം ഇത് എത്രത്തോളം വെയിറ്റ് ഉണ്ട്, എത്രത്തോളം സൈസ് ഉണ്ടെന്നല്ല നമുക്ക് കറക്റ്റ് അറിയാം. അപ്പം നല്ലൊരു ടോപ്പ് കോണാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നവർ. അതുപോലെ തന്നെ ഇതിൻ്റെ സറൗണ്ട് ഈ എഡ്ജ് നല്ല അടിപൊളി എഡ്ജാണ് ഉപയോഗിച്ചത്. നല്ല റബ്ബർ ടൈപ്പ്, നല്ല തിക്നെസ് ഉള്ള ഒരു എഡ്ജ് സറൗണ്ടിങ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കോണും ഉപയോഗിച്ചിരിക്കുന്നത് നല്ല അടിപൊളി കോണാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, നല്ല തിക്നെസ് ഉള്ള കോണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ കോണിൻ്റെ ഈ ഒരു സിൽവർ കളറിൽ കാണുന്നതാണ് അതിൻ്റെ ടോപ്പ് കോൺ എന്ന് പറയുന്നത്. ഏകദേശം നല്ലൊരു സാധനം, നല്ല ടൈറ്റുള്ള ഒരു സംഭവം തന്നെയാണ്. അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ അവരുടെ ഒരു പേരും സിമ്പിളും അവർ തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് ഈ ഒരു സബ്വൂഫറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഒരു 10 ഇഞ്ച് സബ്വൂഫർ സൈസാണ്. ഇതിൻ്റെ മാഗ്നറ്റ് നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ നമുക്കൊരു 10 ഇഞ്ചിൻ്റെ മാഗ്നറ്റ് എന്നല്ല ഇത് കാണുന്നത്. നമുക്ക് ഏകദേശം ഒരു 18 ഇഞ്ച് സബ്വൂഫറിൻ്റെ ഒരു മാഗ്നറ്റ് സൈസാണ് നമുക്കിതിൽ കാണുന്നത്. പക്ഷേ ഈ ഒരു 10 ഇഞ്ച് വൂഫറിന് തന്നെ അവർ നല്ലൊരു മാഗ്നറ്റാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് നല്ല റെസ്പോൺസാണ്, ഇതിൻ്റെ ഒരു സൗണ്ട് ഏത് ലോ ഫ്രീക്വൻസി പറഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ടാണ് ഈ ഒരു സ്പീക്കർ നമുക്ക് തരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനെ ഓംസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അറിയാം. നിങ്ങൾ മൾട്ടിമീറ്ററിൽ തന്നെ നമുക്ക് കറക്റ്റ് കാണുന്ന ഒരു 8 ഓംസിൻ്റെ അടുത്താണ് ഇത് കറക്റ്റ് വരുന്നത്. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് കുറേ ഉണ്ടാകും, ഏതൊരു സംഭവത്തിനും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞവർ 8 ഓംസ് കറക്റ്റാണ്. അതുപോലെ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വർക്ക് ചെയ്യിക്കാം. അതിന് മുന്നേ നമ്മൾ ഇതിനൊരു ബോക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഇതിനുള്ള ഒരു ബോക്സ്, സ്ക്വയർ ടൈപ്പ് ബോക്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കതിനെ വയറിങ് സോൾഡർ ചെയ്ത് ഇനി നമുക്ക് ബോക്സ് ഒന്ന് ഡ്രില്ല് ചെയ്യണം. അത് നമുക്ക് വയർ പുറത്തെടുത്താനുള്ള ഡ്രില്ല് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ബോക്സിൽ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ഫിറ്റിങ്സും കഴിഞ്ഞ് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മൈക്ക് ഉപയോഗിച്ച് ലോ ഫ്രീക്വൻസി സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലോ ഫ്രീക്വൻസി സൗണ്ട് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റ് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ചെയ്യാൻ വേണം. അപ്പോൾ ഇനി ഞാനിതൊരു മൊബൈൽ ഫോണിൽ ഫ്രീക്വൻസി വഴി ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നല്ലൊരു ഫ്രീക്വൻസി റെസ്പോൺസാണ് ഈ ഒരു വൂഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി വൂഫറാണ്. അപ്പം നിങ്ങൾ ഒരു 10 വൂഫർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വൂഫർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.